ഉള്ളൊരു വീടായിരിക്കണം, വെള്ളം വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. വാടക കൊടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് വേണ്ടേ. പിന്നെ ഏതെങ്കിലും ഇടിഞ്ഞ് പൊളിഞ്ഞ വീട്ടിൽ പോയി നിൽക്കാൻ താല്പര്യമില്ല. ഈ പെൺമക്കളൊക്കെ ആകുമ്പോൾ നമുക്കൊരു പ്രൈവസി, ഒരു എന്താ പറയുക, ഒരു പേടിയാണ്. അപ്പം അതുകൊണ്ട് സുഭാഷ്, യൂസഫ്, കാജ, പിന്നെ ഷാനു, ഷംസുദ്ദീൻ, നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണല്ലോ അല്ലേ? പുതിയ ആളുകൾ ആരും ഇതിലില്ല. ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ട് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതിനുള്ള ബർക്കത്ത് നിങ്ങൾക്കും ഉണ്ടാവട്ടെ. മരങ്ങളാണ് ചുറ്റും കേട്ടോ, ഭയങ്കര മരങ്ങളാണ് ഇവിടെ നമ്മളീ പറമ്പിൽ. ഷാനുഷ ഇങ്ങനെ ഒരു കുഴപ്പമുള്ളത് അറിയില്ല. അങ്ങനെ കുഴപ്പമുണ്ട്, നല്ല പാമ്പിൻ്റെ ശല്യം. കാരണം അങ്ങനത്തെ ഒരു ഈ പൊത്തും മടകളൊക്കെ ഉള്ള ആ മണ്ണിൻ്റെ ഇതല്ലേ, ഭിത്തി ഇങ്ങനെ നിൽക്കണതല്ലേ, അതിൽ കൂടെ മൊത്തം പാമ്പുകളാണ്. ഓരോരുത്തരിങ്ങനെ പറഞ്ഞ് ഇവരെ മരത്തുമ്പോൾ കൂടെ അങ്ങോട്ട് കയറണോ ഇങ്ങോട്ട് വരുന്നു, ഇങ്ങനെ വീഡിയോ ഇട്ട് വരും അയൽവാസികൾ, അതിലുണ്ട് ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും പടച്ചോൻ നമ്മളെ കണ്ണിൽ കാണിച്ചു തരാതിരിക്കട്ടെ, ആർക്കും അപകടങ്ങൾ വരാതിരിക്കട്ടെ. ഒന്നാമത് തണുപ്പായ കാരണം ഐറ്റങ്ങൾ ഇഴജന്തുക്കൾ വല്ലാതെ വരുവേ, പേടിയാണ്. വീട് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം തിരൂർക്കാട് ഏതെങ്കിലുമൊക്കെ ഭാഗത്തുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ മുന്നിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് പറയണം കേട്ടോ. ഇന്ന സ്ഥലത്തൊരു വീടുണ്ട്, അവിടുത്തെ ഫോൺ നമ്പറാണെന്ന് പറഞ്ഞിട്ട് ഇട്ടെന്നാലും മതി, അതൊരു ഉപകാരമാവും. ഷംസുദ്ദീൻ, ജിന്നുകളുണ്ടോ? ജിന്ന് നമ്മൾ തന്നെയാണ്, അതിൻ്റെ അപ്പുറം ജിന്നൊന്നും ഇല്ല. അറിയില്ല ആരൊക്കെ ഉള്ളതാവട്ടോ, കുറച്ചോനെ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. നമുക്ക് എന്തും സഹിക്കാം, ജിന്ന് ചെയ്താനൊന്നും നമുക്ക് സഹിക്കാൻ കഴിയില്ല, പേടിയാണ്. ആരുമില്ലാതാക്കട്ടെ. പിന്നെന്താ, പുതിയ ആളുകളൊന്നും വന്നിട്ടില്ല കേട്ടോ, നമ്മളെ പഴയ ഫ്രണ്ട്സുകൾ മാത്രമേ ഉള്ളൂ. വീട് ആരുടെയോ വെച്ചാൽ ഇവിടെ ഒരു വയസ്സായ ഒരാൾ ആണ് താമസിച്ചിരുന്നത്, അയാളെ ഭാര്യയും. അപ്പോൾ അയാളെ ഒരു ഭാര്യയും അയാളും ഇവിടെ താമസിക്കായിരുന്നു. അങ്ങനെ അയാളെ പാമ്പ് കടിച്ചിട്ട് മരിച്ചു എന്നൊക്കെയാണ് പറയണത് കേട്ടത്. ഇവിടെ അങ്ങനെയൊക്കെ ഒരു ഏരിയ ആണെന്നേ പറഞ്ഞേ. ഇവിടുന്ന് പാമ്പ് കൊത്തി മരിച്ചു, 5-6 ദിവസം ഹോസ്പിറ്റലിൽ കടന്നു. അത് എന്തോ വിറക് അടുക്കി വെച്ചപ്പോൾ കാലുമ എന്തോ ഈർക്കിളി കുത്തി, കൊമ്പ് കുത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്ര കുറച്ച് ദിവസം. പിന്നെ അവിടെ അങ്ങനെ നീല കളറായി വരുന്ന 2 ദിവസമൊക്കെ ആയപ്പോൾ വലിയ വിഷം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു 4 ദിവസം 5 ദിവസം വരെ ഹോസ്പിറ്റലിൽ കടന്നു. പിന്നെ അങ്ങനെ മരിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ അയാൾ രണ്ടാമതൊരു കല്യാണം കഴിച്ചു. അങ്ങനെ അത് പിന്നെ പ്രായമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പിന്നെ അത് അതിൻ്റെ വീട്ടിലേക്കും പോയി. ഇയാളെ മക്കൾ വന്ന് കൊണ്ടുപോയി. ആകെ ഒരു മകനേ ഉള്ളൂ. അങ്ങനെ ഈ വീട് പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് കിടന്നപ്പോൾ അവർ റെൻറ്റിന് കൊടുക്കുകയാണ് ഒരു സംഭവം. ഞാനിപ്പോൾ ഈ വീട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറമ്പും തോടിയുള്ള വീട് തന്നെ എടുക്കൂല. കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല. ഇനിയിപ്പോൾ ഇത്രയും പറമ്പും തൊടിയും ഈ കുന്നും മലയൊക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. എല്ലാവരും ഇപ്പോൾ പറയണം എന്തിനാണ് ഇതെത്ര 17 സെൻറ്റ് സ്ഥലം ഉണ്ട് കൊണ്ട്, നമുക്കിപ്പോൾ അത്രയും സെൻറ്റ് സ്ഥലമൊന്നും വേണ്ട. ഇന്നിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഇവിടെ ഈ പരിസരത്തെ മിനിറ്റ്, ഈ പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇലയും എന്തും കാരണം അത്രയും മരങ്ങളാണ്. അപ്പോൾ ഞാനിത് ദിവസം 2 ദിവസം കൂടുമ്പോൾ അടിച്ചു വാരി തീയും കേട്ടോ. ഇവരെ ഈ 17 സെൻറ്റും ഞാനിങ്ങനെ കൊണ്ടുനടക്കും, കാരണം എനിക്ക് പേടിയാണ്. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും പറയും, എൻ്റെ കുടുംബങ്ങളൊക്കെ പറയാം എനിക്ക് പ്രാന്താണ്, പിന്നെ ഒരു എക്സസൈസ് ആയിക്കോളുമല്ലോ. കാരണം ഇതുപോലെ ഇങ്ങനെ പറമ്പും തോടിയൊക്കെ ഒരു അടക്കാരും ഉണ്ടാവില്ല, ഇങ്ങനെ പറമ്പ് മൊത്തം കളച്ച് നിരത്തണേ. അങ്ങനെ ഇങ്ങനെ നടന്ന് തീയിടണ പണിയാട്ടോ. പിന്നെ കണ്ടോ ഈ തെങ്ങിൻ്റെ മുരട് പകുതി പറഞ്ഞിട്ടുണ്ട്. അതിനി ഏതെങ്കിലും ഒരു മഴയത്ത് നമ്മളെ പെരമക്കട് വരും. കണ്ടോ പകുതി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക, വേരും അതൊക്കെ വേറിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ഏത് നിമിഷവും വീടിന് മേലെ വരും. അങ്ങനെ അപ്പോൾ ഇപ്പോൾ കണ്ണി കണ്ടൊക്കെ പറമ്പൊക്കെ അടിച്ച് ക്ലീനാക്കി നടക്കുക.